അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് 8ലെ ലിസാൻ ഖുർആൻ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതും വന്നതുമായ ചോദ്യങ്ങളാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. 1. സുൽബിൽ മുനാസിബി എന്നുള്ള പ്രവർത്തനമാണ്. യോജിച്ചത് കൊണ്ട് ചേർത്ത് കൊടുക്കാനാണ്. ഇവിടെ മുകളിൽ ബ്രാക്കറ്റിൽ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. താഴത്ത് യോജിച്ച വരിയുമായിട്ട് ചേർത്ത് കൊടുക്കാം. 1. ഡേഷ് അസ്സലാമു അലൽ മുതവദ്ദിഇ. അവിടെ യോജിച്ച ഏതാണ്? ലാ യുക്റഹു അസ്സലാമു അലൽ മുതവദ്ദിഇ. വുളൂ ചെയ്യുന്നവനോട് സലാം പറയൽ കറാത്തില്ല. അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പഠിക്കണം കേട്ടോ. 2. ഡേഷ് റഅ്സുൽ മുഹ്രിമി ഇൻദ തക്ഫീനിഹി ഇദാ മാത ഫിൽ ഇഹ്റാമി. അവിടെ യോജിച്ച ഏതാണ്? ലാ യുസ്തറു റഅ്സുൽ മുഹ്രിമി ഇൻദ തക്ഫീനിഹി ഇദാ മാത ഫിൽ ഇഹ്റാമി. ഇഹ്റാമിലായി മരണപ്പെട്ടവൻ്റെ തല എന്ത് ചെയ്യാൻ പാടില്ല? മറക്കാൻ പാടില്ല. ഇനി 3. ഇന്നല്ലാഹ ഡേഷ് ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അവിടെ ചോദിച്ചതാണ്? യഅ്മുറു. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. ഇനി 4. ഡേഷ് അൽ മുസ്ലിമൂന ഫി ഗസ്വതി ബദിരിൻ. ഏതാണ് യോജിച്ചത്? നുസിറ അല്ലേ? നുസിറൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ സഹായിക്കപ്പെട്ടു, ഫി ഗസ്വത്ത് ബദിരിൻ, ബദർ യുദ്ധത്തിൽ. 5. ഡേഷ് അശംസു വൽ ഖമറു. അവിടെ ഏതാണ്? കുസിഫത്തി ഷംസു വൽ ഖമറു എന്നതാണ്. ഇവിടെ കാരണം ഇവിടെ താ ഉള്ളതാണല്ലോ. ഇനി കാരണം ഇത് മുഅന്നസാണ് കേട്ടോ, മജാസിയായ മുഅന്നസാണ്. 6. ഡേഷ് അൽ അർളു കുല്ലുഹ തഹൂറൻ. ഡേഷ് അവിടെ എന്താണ്? ജുഇലത്തിൽ അർളു കുല്ലുഹ തഹൂറൻ. ഭൂമി മുഴുവൻ ശുദ്ധിയുള്ളതാക്കപ്പെട്ടു. അടുത്ത പ്രവർത്തനം മുക്തുബുൽ അൽഫാദൽ അഫ്ആലിൽ ആതിയത്തി. താഴെ കൊടുത്ത ഫിഅലുകളുടെ അൽഫാദുകൾ എഴുതാനാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രവർത്തനമാണ്. ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫിഅൽ തന്നിട്ട് അതിൻ്റെ അൽഫാദ് എഴുതാൻ വേണ്ടി വരും. എടുത്ത ഭാഗങ്ങളാണ്. 1. ലാ യഫ്അൽന എന്നുള്ളത് അൽ ജംഉൽ മുഅന്നസുൽ ഗായിബു മിനൽ മുസ്തഖ്ബിലിൽ മഅറൂഫിൽ മൻഫി. ഇനി 2. ലാ അഫ്അലു. മുളാരിയിൽ ലാമ പ്രവേശിച്ചാൽ ഉണ്ടാവണം, മൻഫിയാണ്. അവിടെ അഫ്അലു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രവർത്തിച്ചു എന്നാണല്ലോ. ഞാൻ പ്രവർത്തിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുളാരിയാണെന്ന് മനസ്സിലായി, മൻഫിയാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എഴുതാം. അൽ മുതക്കല്ലിമുൽ വാഹിദു മിനൽ മുസ്തഖ്ബിലിൽ മഅറൂഫിൽ മൻഫി. 3. തുഹ്ഫളു. കറക്റ്റ് മനസ്സിലാകും കണ്ടാൽ തന്നെ. അൽ മുഅന്നസുൽ വാഹിദുൽ ഗായിബു മിനൽ മുസ്തഖ്ബിലിൽ മജ്ഹൂലിൽ മുസ്ബത്തി. അതല്ലെങ്കിൽ അവിടെ മുദക്കർ എഴുതിയാലും പ്രശ്നമല്ല, കാരണം രണ്ടിനും തുഹ്ഫളു എന്ന് വരും. മുഅന്നസ് അതായത് മുഫ്രദ് മുഅന്നസിനും അതുപോലെ തന്നെ മുഫ്രദ് മുദക്കറിനും രണ്ടിനും തുഹ്ഫളു എന്ന് തന്നെ വരിക. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് കേട്ടോ. ഇനി 4. ലാ യഫ്അലു എന്നുള്ള എന്താ വരിക? മുളാരിയാണ്, അതുപോലെ തന്നെ മൻഫിയാണ്, പിന്നെ അത് ഗായിബാണ്, ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് വരുമ്പോൾ അൽ മുദക്കറുൽ വാഹിദുൽ ഗായിബു മിനൽ മുസ്തഖ്ബിലിൽ മഅറൂഫിൽ മൻഫി.
ഇനി 5 നഫ്അലു, അതായത് നമ്മൾ പ്രവർത്തിക്കും എന്നുള്ള അതിന് വരുന്നതാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ജംഉൽ മുതകല്ലിമു മിനൽ മുസ്തഖ്ബിലിൽ മഅറൂഫിൽ മുസ്ബത്തി. അടുത്ത പ്രവർത്തനം കമ്മിൽ, പൂരിപ്പിക്കാനുള്ളതാണ്. ഒരു പൂർത്തിയാക്കാം. 1 യുബ്നൽ ഫിഅലുൽ മുളാരിഉ ബിസിയാദത്തി ഡാഷ് ഔ ഡാഷ് ഔ ഡാഷ് അവിന്നൂനി ഫി അവ്വലിൽ മാളി. അവിടെ എന്താണ് പൂരിപ്പിക്കേണ്ടത്? യുബ്നൽ ഫിഅലുൽ മുളാരിഉ ബിസിയാദത്തി അൽ യാഇ അവിത്താഇ, അതുപോലെ അവിൽ ഹംസത്തി, പിന്നെ അവിന്നൂനി ഫി അവ്വലിൽ മാളി. 2 വയജ്അലുൽ മാളി അൽ മജ്ഹൂലു ഡാഷ് ഫി അവ്വലിഹി. മാളിനെ മജ്ഹൂലാക്കാൻ എന്താ ചെയ്യുക? വയജ്അലുൽ മാളിൽ മജ്ഹൂലു അൽ മുസ്ബത്തു മൻഫിയൻ ബിസിയാദത്തി മാ എന്ന അക്ഷരം ചേർക്കുക. എവിടെ? ഫി അവ്വലിഹി, മുളാരിൻ്റെ തുടക്കത്തിൽ. 3 അൽ മജ്ഹൂല് ഡാഷ് അൽ ഫാഇലു. എന്താണ്? ഫിഅലുൻ ലം യുദ്കർ മഅഹുൽ ഫാഇലു, അതോടുകൂടെ ഫാഇലിന് പറയപ്പെടാത്തതാണ് മജ്ഹൂല്. അടുത്ത പ്രവർത്തനം സ്വരീഫാണ്, സ്വറഫാക്കാൻ. 1 മാ ഫഅല കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വാക്യം സറഫാക്കി വെക്കുക. മാ ഫഅല, മാ ഫഅലു, മാ ഫഅലത്, മാ ഫഅലത, മാ ഫഅൽന, മാ ഫഅൽത, മാ ഫഅൽതുമാ, മാ ഫഅൽതും, മാ ഫഅൽതി, മാ ഫഅൽതുമാ, മാ ഫഅൽതുന്ന, മാ ഫഅൽതു, മാ ഫഅൽന. ഇനി രണ്ടാമത്തത് ഫഅൽതി എന്നുള്ളതാണ്. അതിൻ്റെ വാക്യം എന്ത് ചെയ്യണം? എഴുതണം. ഫഅൽതി, ഫഅൽതുമാ, ഫഅൽതുന്ന, ഫഅൽതു, ഫഅൽന. ഇനി ബയ്യിൻ, വ്യക്തമാക്കാണ്. ബയ്യിനുൽ ലമാഇറ ലിഹാദിഹിൽ അഫ്ആലി, താഴെ കൊടുത്ത ഫീലുകൾക്ക് എന്ത് ചെയ്യണം? ലമീർ എഴുതി കൊടുക്കുക. ഒന്നാമത്തത് ഫഅൽതും, അൻതും എന്ന വരിക. ഫഅൽതും എല്ലുണ്ട്, അൻതും. 2 ഫഅൽതി, അൻതി എന്ന വരിക. ഫഅൽതു അത് അന. ഫഅൽന എന്ന് പറഞ്ഞാൽ നഹ്നു. ലമീറുകൾ മനസ്സിലാക്കിയിട്ട് എഴുതാം. ഇനി അടുത്ത പ്രവർത്തനം തർജിം, അർത്ഥം എഴുതാം. 1 ദുഃഖൽ ജറസു ജാ അൽ ഉസ്താദു ഇലസ്വഫി. എന്താ അർത്ഥം? ബെല്ലടിച്ചു, ഉസ്താദ് ക്ലാസ്സിൽ വന്നു. ഇനി 2 ഇദാ ദുക്കിറൽ ഫാഇലു മഅൽ ഫിഅലി യുസമ്മ മഅറൂഫൻ. ഫിഅലിൻ്റെ കൂടെ ഫാഇലിനെ പറയപ്പെട്ടാൽ അത് മഅറൂഫ് എന്ന് പറയും. ഇനി അരിബ്, അറബിയാക്കാനാണ് കേട്ടോ. നീ അടിക്കരുത്, എങ്ങനെ പറയാ? ലാ തളിരിബ്. നീ അടിക്കൂ, എങ്ങനെ? ഇളിരിബ്, അമ്പറാണ്. അവസാന പ്രവർത്തനം അജ്ബുത്തർ എഴുതാനും. കൈഫ യുജ്അലുൽ മുളാരിഉ അൽ മഅറൂഫു മജ്ഹൂലൻ. മുളാരി മഅറൂഫായ ഒരു ഫിഅലിനെ മജ്ഹൂലാക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ബിളമ്മി അലാമത്തി ഇസ്തിഖ്ബാലി വഫതഹി മാ ഖബലൽ ആഖിരി. ഇസ്തിഖ്ബാലിൻ്റെ, മുസ്തഖബലിൻ്റെ അടയാളത്തിന്, അതായത് തുടക്കത്തിൽ വരുന്ന അടയാളത്തിന് എന്ത് ചെയ്യുക? ലമ്മ് കൊടുക്കുക. അതുപോലെ അവസാനത്തിന് മുമ്പുള്ളതിന് എന്ത് ചെയ്യുക? ഫതഹും നൽകുക. അപ്പോൾ നമ്മുടെ പ്രവർത്തനം ഫുള്ളായി. നമ്മുടെ 8ലെ ക്വിസ് ചെയ്തിട്ടുണ്ട് ലിസാനുമായി ബന്ധപ്പെട്ട്. അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.